ഹായ് ഫ്രണ്ട്സ്, ഇത് ഞായറാഴ്ചത്തെ വീഡിയോ ആണ്. ഞാൻ ബിജാഷേട്ടനും കൂടി എൻ്റെ വീട്ടിലേക്ക് പോകാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ തലേ ദിവസം തന്നെ പെരുന്നാളൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ വാവച്ചീനി മണിക്കൂട്ടനെ അവിടെ ആക്കിയില്ലോ. അപ്പോൾ വേഗം ഒരു ഗ്ലാസ് ചായയൊക്കെ വെച്ച് കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ചായയൊക്കെ വെച്ച് കുടിച്ചതിന് ശേഷം വേഗം കുറച്ച് തുണികളൊക്കെ കഴുകാനുണ്ടായിരുന്നു. അവരുടെ യൂണിഫോമും കാര്യങ്ങളൊക്കെ അതൊക്കെ കഴുകിയിട്ട് മിറ്റടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറിയിട്ട് പോവാണ്. അപ്പോൾ ബിജാഷേട്ടൻ നല്ല പെരുന്നാൾ കഴിഞ്ഞ് വരുമ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നാളെ നമുക്ക് പോണ വഴിക്ക് കുറ്റ്യങ്കാവ് അമ്പലത്തിൽ കയറിയിട്ട് തൊഴാന്ന്. അപ്പോൾ അവിടെ ചെന്നപ്പോഴേ എന്താണെന്ന് മനസ്സിലായില്ല, നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ ഞായറാഴ്ചയല്ല അതാവും ഇത്രയും തിരക്കുന്ന്. പക്ഷേ അവിടെ ഉള്ളിൽ കയറിയപ്പോഴാണ് മനസ്സിലായത് അവിടെ പറവറപ്പാടായിരുന്നു എന്ന്. അപ്പം അങ്ങനെ ഉള്ളിലൊക്കെ കയറിയിട്ട് പുഷ്പാഞ്ജലി ഒന്നും കഴിക്കാൻ പറ്റിയില്ല, നല്ല തിരക്കുണ്ടായിരുന്ന കാരണേ. അപ്പം അങ്ങനെ തൊഴുതതിന് ശേഷം അവിടെ നിന്ന് പ്രസാദമൊക്കെ വാങ്ങിച്ചു. എന്നിട്ട് നേരെ ഞങ്ങൾ പുറത്തേക്ക് കടന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊഴണതൊന്നും എടുക്കാനായിട്ട് പറ്റിയില്ല. അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പുറത്ത് കാവിലൊക്കെ വന്നിട്ടൊന്ന് തൊഴുതു. അത് കഴിഞ്ഞിട്ട് വീഡിയോസ് വെറുതെ കുളവും കാര്യങ്ങളൊക്കെ ഒന്ന് വീഡിയോസ് എടുത്തു. നല്ലൊരു വൈബ് തന്നെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തിറങ്ങിയിട്ട് ഒരു ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റിലൂടെ പറയണം. അപ്പോൾ അപ്പോഴേക്കും വാവച്ചി മണിക്കുട്ടന് വിളി തുടങ്ങി, എന്താ വരാത്തേ ചോദിച്ചിട്ട്. ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ കയ്യിലായിരുന്നു. അപ്പോൾ അങ്ങനെ മാറാനുള്ള ഡ്രസ്സൊന്നും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പെരുന്നാൾ കഴിഞ്ഞിട്ട് നേരെ രണ്ടുപേർക്കും പോകണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ അവിടെ ആക്കിയെന്ന് മാത്രം. അപ്പോൾ അങ്ങനെ നേരെ ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഞായറാഴ്ച കാലത്ത് തന്നെ പോയി. എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പണികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അമ്മയ്ക്കാണെങ്കിൽ വയ്യല്ലോ. അപ്പോൾ അങ്ങനെ 2 കവറ് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കൊണ്ട് നേരെ ഞാൻ വീട്ടിൽ അവിടെ ചെന്നിട്ട് വേഗം ഡ്രസ്സൊക്കെ മാറി. അപ്പോൾ അനിയൻ ചേച്ചിയുടെ വീട്ടിൽ പോയിട്ട് അവർക്ക് കടയുള്ള അവിടെ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പലചരക്കും പച്ചക്കറിയൊക്കെ. അപ്പോൾ ചേട്ടൻ കുറച്ച് പഴവും കാര്യങ്ങളൊക്കെ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ദോശ ഉണ്ടാക്കാനായിട്ട് നോക്കുമായിരുന്നു. പിന്നെ അച്ഛന് പണി ഉണ്ടായിരുന്നു, അത് കാരണം സാമ്പാറും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ദോശ അമ്മ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം പഴമൊക്കെ പുഴുങ്ങി. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു വേഗം ആ പഴം പുഴുങ്ങിക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഇഡ്ഡലി ചെമ്പിൽ ആവി കയറ്റി ാണ് ചെയ്യാറ്. പക്ഷേ ഇവിടെ ശർക്കരയൊക്കെ ഇട്ടിട്ട് ഏലക്കായൊക്കെ ഇട്ടിട്ടാണ് പഴം പുഴുങ്ങുക. അപ്പം അങ്ങനെ പഴം പുഴുങ്ങാനായിട്ട് വെച്ചതിന് ശേഷം വേഗം ഞാൻ അരിയൊക്കെ അടുപ്പത്തിട്ടു. ചോറ് വെച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് ഞാൻ വേഗം ദോശയൊക്കെ ഉണ്ടാക്കി വിജയശേട്ടന് കൊടുത്തു. അവർക്കൊക്കെ അമ്മ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ഒരു ഗ്ലാസ് ചായയൊക്കെ എടുത്തിട്ട് ദോശയൊക്കെ കഴിച്ചു. അപ്പോഴേക്കും മണിക്കൂട്ടൻ ചെരുപ്പ് വാങ്ങാനായിട്ട് പോവാണ്. അപ്പം മണിക്കൂട്ടൻ്റെ ഒരു കൂട്ടുകാരൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വെറുതെ ഒന്ന് വീഡിയോ എടുത്തു എന്ന് മാത്രം അവന്. അപ്പം ഞാൻ ഇന്നലെ വന്നപ്പോൾ ഉണ്ണിയപ്പൻ കലക്കി വെച്ചിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പം അമ്മ അതിലേക്കുള്ള നാളികേരമൊക്കെ നെയ്യിൽ വറുത്തിട്ടിട്ട് അതൊക്കെ ഇളക്കിയിട്ട് അമ്മ ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട് നോക്കുകയാണ്. അപ്പോൾ തലേ ദിവസം വൈകുന്നേരം കലക്കി വെച്ചതായിരുന്നു. അപ്പോൾ ഞാൻ വേഗം അടിച്ചു വാരലും തുടക്കലൊക്കെ ചെയ്തു. പിന്നെ വാവച്ച എന്നെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അവൾ അടിച്ചൊക്കെ വാരി തന്നു. അപ്പോൾ മൊത്തത്തിലൊക്കെ ചവിട്ടിയും കാര്യങ്ങളൊക്കെ മാറ്റിയൊക്കെ കഴുകിയിട്ടിട്ട് ഞാൻ വേഗം അടിച്ചു വാരി തുടക്കാനായിട്ട് നോക്കുകയാണ്. അപ്പോൾ അനിയൻ്റെ തലയിലേ കോഴിമുട്ടയുടെ വെള്ളയൊക്കെ വാവിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, താരണ്ട് എന്ന് പറഞ്ഞിട്ടേ. അപ്പോൾ അങ്ങനെ അവനതൊക്കെ ഇട്ടിട്ട് അവിടെ ഇരിക്കുകയായിരുന്നു. ബിജേഷേട്ട അവിടെ കിടന്നിട്ട് സിനിമയൊക്കെ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഉണ്ണിയപ്പൊക്കെ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പായിരുന്നു. അതിന് ശേഷം അവൾ മാമൻ്റെ തലയൊക്കെ കഴുകി കൊടുത്തു. അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് വീഡിയോ എടുത്തു എന്ന് മാത്രം. മാമനും മോളും ഭയങ്കര സ്നേഹമാണ്. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ പട്ടിക്കുള്ള ഫുഡ് വെക്കാനായിട്ട് അമ്മ നോക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ നല്ല നല്ല വീഡിയോകളായിട്ട് വരാട്ടാ.